നഗരം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആഡംബര വിവാഹത്തിനായിരുന്നു സെന്റ് മൈക്കിൾസ് ചർച്ച് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പ്രമുഖ ബിസിനസ് മാഗ്നറ്റായ റാഫേൽ ആൻഡേഴ്സിന്റെയും സുന്ദരിയായ ക്ലാര ബ്രൗണിന്റെയും വിവാഹം. പള്ളിക്ക് പുറത്ത് വില കൂടിയ കാറുകളുടെ നീണ്ട നിരയായിരുന്നു. നഗരത്തിലെ പ്രമുഖരെല്ലാം അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. എന്നാൽ ഈ ആഡംബരങ്ങൾക്കിടയിൽ ആരും ശ്രദ്ധിക്കാത്ത പള്ളിയുടെ പിൻവശത്തെ ഇരുളടഞ്ഞ മൂലയിൽ 12 വയസ്സുകാരിയായ ലീന പതുങ്ങിയിരിപ്പുണ്ടായിരുന്നു. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും ഒട്ടിയ വയറും കുഴിഞ്ഞ കണ്ണുകളുമുള്ള അവൾ ആ വലിയ പള്ളിയിലെ ഒരു അദൃശ്യ സാന്നിധ്യമായിരുന്നു. റാഫേൽ ആൻഡേഴ്സൺ എന്ന പേര് ലീനയെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവത്തിന് തുല്യമായിരുന്നു. 2 വർഷം മുമ്പ് തെരുവിലേക്ക് എറിയപ്പെട്ടപ്പോൾ അവൾക്ക് ഭക്ഷണവും അഭയവും നൽകിയത് റാഫേലിന്റെ ആൻഡേഴ്സൺ ഫൗണ്ടേഷനായിരുന്നു. റാഫേൽ വെറുമൊരു ധനികനായിരുന്നില്ല, ദരിദ്രന്റെ വേദന അറിയുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹം വിവാഹം കഴിക്കാൻ പോകുന്ന ക്ലാര ബ്രൗൺ ഒരു ചതുക്കുകയാണെന്ന് ലീനയ്ക്ക് മാത്രമേ അറിയായിരുന്നുള്ളൂ. കഴിഞ്ഞ 2 ആഴ്ചയായി പള്ളിയിലെ സാക്രിസ്റ്റിയിൽ ക്ലാരയും അവളുടെ വക്കീലും നടത്തിവന്ന ഗൂഢാലോചനകൾ ലീന തന്റെ പൊട്ടിയ ഫോണിൽ റെക്കോർഡ് ചെയ്തിരുന്നു. ക്ലാരയുടെ ഓരോ വാക്കും വിഷം നിറഞ്ഞതായിരുന്നു. റാഫേലിന്റെ പകുതി സ്വത്ത് ഇന്ന് എന്റെ പേരിലാകും, പിന്നെ ആ മണ്ടൻ ഫൗണ്ടേഷനും ഞാൻ പൂട്ടിക്കും എന്ന് ക്ലാര പറയുന്നത് ലീന കേട്ടപ്പോൾ അവളുടെ ചോര തിളച്ചു. റാഫേൽ തന്റെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച സ്ത്രീ അദ്ദേഹത്തെ വഞ്ചിക്കാൻ പോവുകയാണ്. പള്ളിയുടെ പുറത്ത് ഗാർഡുകൾ കാവൽ നിൽക്കുന്നു. ഒരു തെരുവുകുട്ടിയായ താൻ അകത്തുകയറി സത്യം പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ആ ഭയം അവളെ തളർത്തി. എങ്കിലും റാഫേൽ തനിക്ക് നൽകിയ ആ പഴയ തുർക്കി സാൻഡ്വിച്ചിന്റെയും സ്നേഹത്തിന്റെയും ഓർമ്മ അവളെ ധീരയാക്കി. മരണം സംഭവിച്ചാലും ആ മനുഷ്യനെ രക്ഷിക്കുമെന്ന് അവൾ ഉറപ്പിച്ചു. വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചു. മനോഹരമായ വയലിൻ സംഗീതം പള്ളിയിൽ മുഴങ്ങി. റാഫേൽ ആൻഡേഴ്സൺ കറുത്ത സ്യൂട്ടിൽ അതിമനോഹരമായി അൾത്താരയ്ക്ക് മുന്നിൽ നിന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ പുതിയൊരു ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശയായിരുന്നു. വെള്ള വിവാഹ വസ്ത്രം ധരിച്ച് ദേവതയെ പോലെ ക്ലാര പള്ളിയിലേക്ക് നടന്നു നീങ്ങി. ഓരോ ചുവടിലും അവൾ ഒരു നടി അഭിനയിക്കുന്നത് പോലെ പുഞ്ചിരിച്ചു. പള്ളിയിലെ അതിഥികൾ ആ ദമ്പതികളുടെ ഭംഗിയെക്കുറിച്ച് പരസ്പരം പുകഴ്ത്തി സംസാരിച്ചു. എന്നാൽ പള്ളിയുടെ വലിയ വാതിലിന് പുറത്ത് ലീന സെക്യൂരിറ്റി ഗാർഡുകളുമായി പോരാടുകയായിരുന്നു. എനിക്ക് മിസ്റ്റർ ആൻഡേഴ്സനെ കാണണം, ഇതൊരു കെണിയാണ്, അവൾ കരഞ്ഞു പറഞ്ഞു. പക്ഷെ ആ കൂറ്റൻ ഗാർഡുകൾ അവളെ പുച്ഛിച്ചു തള്ളി. ഇവിടെ നിന്ന് പോകൂ കുട്ടി, അല്ലെങ്കിൽ പോലീസിനെ വിളിക്കും, അവർ ഭീഷണിപ്പെടുത്തി. ലീനയ്ക്ക് സമയം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. അകത്ത് റാഫേൽ വിവാഹ ഉടമ്പടിയിൽ ഒപ്പിടാൻ പോവുകയാണ്. ഒരിക്കൽ അവിടെ ഒപ്പിട്ടാൽ ക്ലാരയുടെ പ്ലാൻ വിജയിക്കും, റാഫേലിന്റെ ജീവിതം തകരും. ലീന ഒരു തന്ത്രം പ്രയോഗിച്ചു. ഗാർഡുകളുടെ കണ്ണുവെട്ടിച്ച് അവൾ പള്ളിയുടെ സൈഡ് വിൻഡോ വഴി അകത്തേക്ക് കുതിച്ചു. അവളുടെ കീറിയ ഷൂസുകൾ മാർബിൾ തറയിൽ വലിയ ശബ്ദമുണ്ടാക്കി. അതിഥികൾക്കിടയിലൂടെ അവൾ ഓടുമ്പോൾ പലരും അറപ്പോടെ അവളെ നോക്കി. ക്ലാരയുടെ വക്കീൽ അവളെ തടയാൻ നോക്കിയെങ്കിലും അവൾ വെട്ടിച്ചു മാറി. റാഫേലിന്റെ അടുത്തെത്തിയപ്പോഴേക്കും അവൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഗാർഡുകൾ അവളെ പിന്നാലെ ഓടിയെത്തി. അവളെ ബലം പ്രയോഗിച്ച് മാറ്റാൻ ശ്രമിച്ചു. പള്ളിയിലാകെ ബഹളമായി. റാഫേൽ ആശ്ചര്യത്തോടെയും ദേഷ്യത്തോടെയും ആ പെൺകുട്ടിയെ നോക്കി. ദയവായി റാഫേൽ സർ, എന്നെ കേൾക്കൂ, ലീന നിലവിളിച്ചു. ഗാർഡുകൾ അവളുടെ കൈകളിൽ പിടിച്ചു വലിച്ചു. പക്ഷേ റാഫേൽ ഒരു നിമിഷം ആ കുട്ടിയുടെ കണ്ണുകളിലേക്ക് നോക്കി. അവിടെ കണ്ടത് വെറും കുസൃതിയല്ല, മറിച്ച് വലിയൊരു വേദനയും സത്യസന്ധതയുമായിരുന്നു. അവളെ വിടൂ, റാഫേൽ ശാന്തമായി പറഞ്ഞു. പള്ളി നിശബ്ദമായി. ക്ലാര പരിഭ്രമിച്ചു തുടങ്ങി. റാഫേൽ, ഇവൾ ഒരു ഭ്രാന്തിയാണ്, വിവാഹം തുടരൂ, ക്ലാര പറഞ്ഞു. പക്ഷേ റാഫേൽ അത് കേട്ടില്ല. ലീന വിറയ്ക്കുന്ന കൈകളോടെ തന്റെ പഴയ ഫോൺ പുറത്തെടുത്തു. സ്ക്രീൻ പൊട്ടിയിരുന്നെങ്കിലും ആ ഓഡിയോ ഫയൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവൾ പ്ലേ ബട്ടൺ അമർത്തി. ആദ്യത്തെ 5 സെക്കൻഡിൽ തന്നെ പള്ളിയിലെ എയർ കണ്ടീഷണറുകളുടെ ശബ്ദം പോലും കേൾക്കാവുന്ന അത്ര നിശബ്ദത പടർന്നു. സ്പീക്കറിൽ നിന്ന് പുറത്തു വന്നത് ക്ലാരയുടെ ശബ്ദമായിരുന്നു. റാഫേൽ എന്നെ വിശ്വസിക്കുന്നു, ആ വിഡ്ഢി, അയാളുടെ സ്വത്ത് കൈക്കലാക്കാൻ ഈ വിവാഹം മതി. പള്ളിയിലുണ്ടായിരുന്നവർ ഞെട്ടിപ്പോയി. റാഫേലിന്റെ മുഖം വിളറി. ക്ലാരയുടെ ശബ്ദം തുടർന്നു. ആൻഡേഴ്സൺ ഫൗണ്ടേഷൻ പാവങ്ങൾക്ക് പണം പാഴാക്കുകയാണ്, അതൊക്കെ ഞാൻ നിർത്തലാക്കും. റാഫേലിന്റെ ആദ്യ ഭാര്യയെ കുറിച്ച് ക്ലാര പറഞ്ഞ പരിഹാസങ്ങൾ കൂടി കേട്ടതോടെ പള്ളിയിലുള്ളവർക്ക് സഹിക്കാനായില്ല. ക്ലാരയുടെ മുഖത്തെ ആ മനോഹരമായ പുഞ്ചിരി അപ്രതീക്ഷിതമായി. പകരം ഭയവും ദേഷ്യവും അവിടെ നിറഞ്ഞു. അവൾ ലീനയുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിയെടുക്കാൻ നോക്കിയെങ്കിലും റാഫേൽ അവളെ തടഞ്ഞു. സത്യം സൂര്യപ്രകാശം പോലെ വ്യക്തമായിരുന്നു. റാഫേൽ ആൻഡേഴ്സൺ ആ റെക്കോർഡിംഗ് മുഴുവൻ കേട്ടു. ഓരോ വാക്കും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തറച്ചു. താൻ ഇത്രയും കാലം സ്നേഹിച്ചത് ഒരു സർപ്പത്തെയായിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ക്ലാര വിറച്ചുകൊണ്ട് പറഞ്ഞു, ഇതാരോ കെട്ടിച്ചമച്ചതാണ് റാഫേൽ, എന്നെ വിശ്വസിക്കും. പക്ഷേ റാഫേൽ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവിടെ സ്നേഹത്തിന് പകരം വെറും ലാഭം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം പതുക്കെ തന്റെ കയ്യിലുണ്ടായിരുന്ന വിവാഹ ഉടമ്പടി വലിച്ചു കീറി. വിവാഹം റദ്ദാക്കിയിരിക്കുന്നു. റാഫേലിന്റെ ശബ്ദം പള്ളിയിലാകെ മുഴങ്ങി. അതിഥികൾക്കിടയിൽ വലിയ ചർച്ചകൾ നടന്നു.
ക്ലാരയുടെ വക്കീൽ പതുക്കെ പള്ളിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും റാഫേലിന്റെ ഗാർഡുകൾ അയാളെ തടഞ്ഞു. പോലീസ് മിനിറ്റുകൾക്കുള്ളിൽ അവിടെയെത്തി. വഞ്ചനയ്ക്കും ഗൂഢാലോചനയ്ക്കും ക്ലാരയെയും വക്കീലിനെയും അറസ്റ്റ് ചെയ്തു. പള്ളിയുടെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ക്ലാര ലീനയെ ഒരു വന്യമൃഗത്തെ പോലെ നോക്കി. എന്നാൽ ലീന ഭയന്നില്ല. അവൾ റാഫേലിനെ നോക്കി. റാഫേൽ അൾത്താരയുടെ പടികളിൽ തളർന്നിരുന്നു. തന്റെ ലോകം മുഴുവൻ 5 സെക്കൻഡ് കൊണ്ട് മാറി മറിഞ്ഞു. പണമോ പ്രശസ്തിയോ തന്നെ രക്ഷിച്ചില്ല. മറിച്ച് ഒരു ചെറിയ പെൺകുട്ടിയുടെ നന്ദിയും ധൈര്യവുമാണ് തന്നെ രക്ഷിച്ചതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതിഥികളെല്ലാം ഒഴിഞ്ഞുപോയി. പള്ളിയിൽ ബാക്കിയായത് തകർന്ന മനസ്സുമായി റാഫേലും ആശ്വാസത്തോടെ ലീനയും മാത്രമായിരുന്നു. റാഫേൽ പതുക്കെ എഴുന്നേറ്റ് ലീനയുടെ അടുത്തേക്ക് നടന്നു. റാഫേൽ ലീനയുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. അദ്ദേഹം അവളുടെ മുഷിഞ്ഞ കൈകൾ തന്റെ കൈക്കുള്ളിലാക്കി. നീ ഇന്ന് എന്നെ ചതിയിൽ നിന്നും രക്ഷിച്ചു മോളെ. ഞാൻ നിനക്ക് എന്ത് തന്നാലാണ് ഈ ഉപകാരത്തിന് പകരമാകുക? അദ്ദേഹം ചോദിച്ചു. ലീന പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കൊന്നും വേണ്ട സാർ. നിങ്ങൾ തന്ന ആ പഴയ സാൻഡ്വിച്ചിന് പകരമായി ഇത് കരുതിയാൽ മതി. റാഫേലിന്റെ കണ്ണുകൾ നിറഞ്ഞു. നന്ദിയുള്ള ഒരു ഹൃദയത്തിന്റെ മൂല്യം കോടികളേക്കാൾ വലുതാണെന്ന് അദ്ദേഹം അന്ന് പഠിച്ചു. ലീനയെ ഇനി തെരുവിൽ വിടാൻ റാഫേൽ തയ്യാറായിരുന്നില്ല. അദ്ദേഹം അവളെ ദത്തെടുത്തു. അവൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുകയും തന്റെ കുടുംബത്തിന്റെ ഭാഗമാക്കുകയും ചെയ്തു. ആൻഡേഴ്സൺ ഫൗണ്ടേഷന്റെ ഭാവി ലീനയുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പാക്കിയിരുന്നു. ക്ലാരയും കൂട്ടാളികളും നിയമപരമായ ശിക്ഷകൾ ഏറ്റുവാങ്ങി. ചതിയിലൂടെ നേടാൻ ശ്രമിച്ചതൊക്കെ അവർക്ക് നഷ്ടമായി. വർഷങ്ങൾക്ക് ശേഷം സെന്റ് മൈക്കിൾസ് ചർച്ചിൽ വീണ്ടും ഒരു ചടങ്ങ് നടന്നു. അത് ലീനയുടെ സ്കൂൾ ഗ്രാജുവേഷൻ ആഘോഷമായിരുന്നു. റാഫേൽ അഭിമാനത്തോടെ തന്റെ മകളെ നോക്കി നിന്നു. ഒരു പഴയ പൊട്ടിയ ഫോണും ഒരു ചെറിയ കുട്ടിയുടെ ധൈര്യവും എങ്ങനെ ഒരു വലിയ മനുഷ്യന്റെ ജീവിതം മാറ്റിമറിച്ചു എന്ന കഥ ഇന്നും ആ നഗരത്തിലെ ആളുകൾ പറഞ്ഞു നടക്കുന്നു. ചതിയുടെ മാലാഖരേക്കാൾ നല്ലത് സത്യത്തിന്റെ തെരുവിളക്കുകളാണെന്ന് ആ കഥ നമുക്ക് കാട്ടിത്തരുന്നു.